തെക്കേ അറ്റത്ത് ഒരു മൂലക്കിരിക്കുന്ന കന്യാകുമാരി, അവിടെ ധ്യാന നിമഗ്നനായി ഇരിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ധ്യാനേഷ്. കിഴക്കേപ്പാടം എന്ന് പറഞ്ഞ അതിമനോഹരമായ ഒരു ഗ്രാമം. മതേതര ഇന്ത്യയുടെ വർഗീയ പ്രധാനമന്ത്രി അങ്ങനെ ധ്യാനം ഇരിക്കുകയാണ്. എനിക്ക് ജപം തുടങ്ങാൻ സമയമായി. അപ്പോൾ ദൈവം അവതരിച്ചപ്പോൾ പുള്ളിയിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറി മറിയുന്നു. ഇതുവരെ ഇരുന്ന സ്ഥലം മാറി വേറെ സ്ഥലം വരുന്നു. ബാക്കിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു പൊങ്ങി വരുന്നു. ഒരു 5 മിനിറ്റ് കഴിയുന്നതും വന്ന പോലെ തന്നെ സൂര്യൻ അസ്തമിച്ച് തിരിച്ചു പോകും. ക്യാമറ പൊങ്ങി വരുന്നു സാർ. ക്യാമറ പൊക്കണോ താഴ്ത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. ക്യാമറ താഴെ വെച്ചു സാർ. അപ്പോഴും ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന നമ്മുടെ മോദിജി കണ്ണടച്ച് പത്മാസനത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആസനങ്ങൾ പലവിധമാണ്. മയൂരാസനം, കുക്കുടാസനം, ശവാസനം, ശൃംഗകേളി ആസനം. അങ്ങനെ ആ സീൻ അവസാനിക്കുന്നു. അടുത്ത ദിവസം കിളികളുടെ കളകളാരവവുമായി പ്രഭാതം പൊട്ടിവിടുന്നു. വിടരുമ്പോൾ പിന്നെയും ധ്യാനേഷ് അങ്ങനെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയും ബാക്ക്ഗ്രൗണ്ടുകൾ മാറി മറിയുന്നു. ഇടയ്ക്കിടയ്ക്ക് മറ്റേ ശങ്കുലിയൊക്കെ കേൾക്കാം. മറ്റേ അമ്പലത്തിലൊക്കെ കേൾക്കണേ ശങ്കിൽ ഊതുമ്പോ കേൾക്കണ ശബ്ദം. കിഴക്കേപ്പാടം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ഗ്രാമത്തിൽ പിന്നെ മണിയടി, പിന്നെ ഓടക്കുഴൽ കട്ട്. ഞാൻ എടുക്കാൻ പോണ സിനിമയല്ല, മോദിജി കന്യാകുമാരിയിൽ ഇരിക്കുന്ന ധ്യാനത്തിന്റെ സ്ക്രിപ്റ്റ് ആണ് കേസ്. ഇതിന്റെ പ്രൊമോ ആണ് ഇതിന് മുമ്പ് ഇറങ്ങിയ വേറൊരു വീഡിയോ. 9 ക്യാമറ ആംഗിൾ, 5 ക്യാമറ, ഏകാന്ത ധ്യാനത്തിനിടയിൽ തന്നെ 3 തവണ കൂടുതൽ ലൊക്കേഷൻ ചേഞ്ച്. 4 ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. വെള്ളിയാഴ്ചയും പാവം ഇന്ന് അങ്ങനെയൊക്കെ കണ്ടുന്ന് വരും. ജിയുടെ ആ ഡെഡിക്കേഷൻ ആരും കാണാതെ പോയത്. ഇത്രയും വലിയ 45 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏകാന്ത ധ്യാനത്തിനിടയിൽ ഇറങ്ങാൻ പോകുന്ന സിനിമയ്ക്ക് വേണ്ടി ലൊക്കേഷൻ മാറാനും കണ്ണടച്ചിരിക്കാനും ജി കാണിച്ച ആ മനസ്സിന് തന്നെ കൊടുക്കണം ഒരു കുതിരപ്പോൻ. പോരാഞ്ഞിട്ട് സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് തീരെ ബുദ്ധിമുട്ടില്ലാതെയാണ് ജി 45 മണിക്കൂർ തുടർച്ചയായി ധ്യാനം ചെയ്യുന്നത്. ഇന്ന് രാവിലെ 7 മണിക്കെങ്ങാണ്ട് പുള്ളി എക്സിൽ ഇലക്ഷനെ സംബന്ധിച്ച് എന്തോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോരാഞ്ഞിട്ട് പുള്ളി വരുന്നത് പ്രമാണിച്ച് കടലിൽ പോയി മീൻ പിടിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുമായിട്ടുണ്ട്. ബൈ ദ ബൈ, മോദിക്കൊന്ന് ധ്യാനിച്ചൂടെ, നിങ്ങളുടെ പിണറായിക്ക് ട്രിപ്പൊക്കെ പോവാല്ലോ എന്ന കമന്റ് നിരോധിച്ചിരിക്കുന്നു. പിണറായി പോയത് പുള്ളി പണിയെടുത്തുണ്ടാക്കിയ പൈസയ്ക്കാണ്, അല്ലാതെ മറ്റേ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വിന്യസിച്ച് 5 കിലോമീറ്റർ ചുറ്റളവിൽ ആളുകളെയൊക്കെ നിരോധിച്ച് പോലീസിനെയും പട്ടാളത്തിനെയും ഇറക്കി സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടാക്കുന്ന പൈസയുടെ ഒരു പങ്കിൽ നിന്ന് എടുത്തിട്ടല്ല. എന്തായാലും ഇന്ന് ധ്യാനം കഴിയുന്നതോടെ ആൽമരത്തിന്റെ താഴെ ഇരിക്കുന്ന ബുദ്ധനെ പോലെ, തലയിൽ ആപ്പിൾ വീണ ഐൻസ്റ്റീനെ പോലെ, സത്യം പറഞ്ഞവരെ പോലെ ഒന്നും അല്ല, എന്നാലും ജി പറയാൻ പോകുന്നത് ഇവരെ പോലെ എനിക്കും ബോധോദയം ഉണ്ടായി കുഞ്ഞുങ്ങളെ, ഇനി മുതൽ ഞാൻ ശ്രീ ശ്രീ നരേന്ദ്രാനന്ദ മോദി സരസ്വതി എന്നറിയപ്പെടും എന്നൊക്കെ ആയിരിക്കും. 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ മനസ്സിലാവും പുള്ളിക്കാണ് നാട്ടിലെ ആളുകൾക്കാണ് ബോധോദയം ഉണ്ടായത്. ജയ് ജനാധിപത്യം.